ഹലോ, എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നിലെ ഓണം മേക്കപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലോ കണ്ടല്ലോ, ഇത് നാച്ചുറൽ ഗ്ലോ അല്ല, എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. തലേന്ന് ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മിനിസോയുടെ ഷീറ്റ് മാസ്ക് ആണ്. ഞാൻ മിനിസോ, ഗുഡ് വൈബ്സ്, മാമ എർത്ത് ഈ 3 ബ്രാൻഡിൻ്റെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തലേന്ന് ഞാൻ യൂസ് ചെയ്യുന്നതിന് കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട്. നിങ്ങളുടെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ അന്ന് തന്നെ ട്രൈ ചെയ്താൽ മതി. ഞാനിതിപ്പോൾ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തലേന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളയത്തില്ല. സോറി, ആ ഷീറ്റങ്ങ് എടുത്ത് കളയും. ആകെ മൊത്തം തെറ്റുന്നുണ്ട്, സുഖമില്ലാത്തതുകൊണ്ട്. അത് തോന്നി ഇത്തിരി കിളി പറഞ്ഞിരിക്കുവാണ്. എന്തായാലും ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് ആ സെറം നന്നായിട്ട് സ്കിന്നിലോട്ട് ഇറങ്ങിപ്പോണം. കുറേ നന്നായിട്ടായി. പിന്നെ ഈ സെറം ബാക്കി ഇരിക്കുന്നത് നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. അത് നമ്മുടെ നെക്കിലും കയ്യിലും കാലിലും ഒക്കെ, കാലിലിടാൻ കിട്ടത്തില്ല, കയ്യിലൊക്കെ ഇടാനായിട്ട് കിട്ടും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മാക്സിമം പൈസ ഊറ്റിയെടുത്തിട്ട് ആ ഷീറ്റ് ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ട് എടുത്ത് കളയാൻ കേട്ടോ. വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ അതോടെ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. ഓണം ഫംഗ്ഷനൊക്കെ നോർമൽ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലെൻസായ ഫേസിൽ സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. നിയാസിനമൈഡ് സെറമാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയത് ഡോക്ടർ ഷെത്തിന്റെ നിയാസിനമൈഡ് സെറമാണ് അപ്ലൈ ചെയ്യുന്നത്. നിയാസിനമൈഡ് സെറം നമ്മുടെ പോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിന്നിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു സെറമാണ്. പിന്നെ ഞാൻ അണ്ടർ ഐ റോളാണ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ സെറം ഉണ്ട്. സെറം അല്ല, ഒരു ക്രീമി സെറം പോലത്തെ ഒരു ടൈപ്പാണ്. അത് വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ആദ്യം അപ്ലൈ ചെയ്യണം. അതല്ലാണ്ട് നമ്മുടെ സെറം ആദ്യം അപ്ലൈ ചെയ്യണം എന്നൊരു ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഏറ്റവും തിന്നായിട്ടുള്ള ആൾ ആദ്യം അപ്ലൈ ചെയ്യുക, തിക്കായിട്ടുള്ളത് രണ്ടാമത് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ സെറമാണ് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് തിന്നായിരിക്കണം. അല്ല നമ്മുടെ അണ്ടർ ഐ ക്രീമാണ് തിന്നെങ്കിൽ അത് ആദ്യം അപ്ലൈ ചെയ്യണം കേട്ടോ. മനസ്സിലായില്ലേ? ഇപ്പോൾ പിന്നെ ബാക്കി വരുന്നത് ഞാൻ കൈവച്ച് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസിൽ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഫ്രം ഡോക്ടർ ഷെത്താണ്. അപ്പോൾ ചെറിയൊരു ഗ്ലോ വരുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഒരു ലൈറ്റ് ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. എൻ്റെ നിലവിലുള്ള എക്സ്പീരിയൻസിൽ കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് പിന്നെ പറഞ്ഞുതരാം ഭാവിയിൽ. ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. ഇത് മാമ എർത്തിൻ്റെ ലിപ് ബാമാണ്. സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഓക്കെ ലിപ് ബാമാണ്. പിന്നെ ഞാനിത് ബാക്കിയുള്ള എൻ്റെ ഫേസിൽ പ്രൊഡക്റ്റ് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുന്നത്. ഒരു ഫേസിലെ പ്രൊഡക്റ്റ് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫേസിൽ പ്രൊഡക്റ്റ് അങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സൺസ്ക്രീൻ സ്റ്റിക്കാണ് ഡോട്ട് ആൻഡ് കീയുടെ. ഇത് ഞാൻ പോകുന്ന റൂട്ട് ശ്രദ്ധിച്ചെന്നൊക്കെ മനസ്സിലാവും. ഫേസ് യോഗ ചെയ്യുന്ന ആ റൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നതാണ്. ഇത് ഒരു ഓയിലി സ്കിന്നിന് സൂപ്പറായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഓയിലി ടു നോർമൽ സ്കിന്നും കൊള്ളാം. ഭയങ്കര ഡ്രൈ സ്കിന്നിന് അത്ര സൂപ്പർ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇച്ചിരി ഒരു ഡ്രൈ കൺസിസ്റ്റൻസി ഉണ്ട്. കംപ്ലീറ്റ്ലി ഒരു വെൽവെറ്റ് മാറ്റ് അല്ല, സോറി കംപ്ലീറ്റ്ലി ഒരു ഹൈഡ്രേറ്റിംഗ് ഫിനിഷ് അല്ല. ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 5 മിനിറ്റ് അങ്ങനെ ലീവ് ചെയ്തേക്കും സ്കിൻ കെയർ. അതിന് ശേഷമാണ് ഞാൻ ബാക്കി മേക്കപ്പിലോട്ട് പോകുന്നത്. പിന്നെ ഞാനൊരു ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് മേക്കപ്പ് തുടങ്ങി കേട്ടോ. ഇത് കഫ്സൽ നഷസിൻ്റെ പ്രൈമർ ഓയിലാണ്. ഇത് ഭയങ്കര ഗ്ലോ ഇല്ല, കുറച്ചെടുത്ത് അപ്ലൈ ചെയ്താൽ. പക്ഷേ ഒരു ഡ്രൈ സ്കിന്നിന് ഗ്ലോ കിട്ടണമെങ്കിൽ കൂടുതൽ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഒരു 3 ഡ്രോപ്പൊക്കെ എടുത്തിട്ട് ഫേസിൽ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്ലോ ഇപ്പോൾ കാണുന്നെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ മേക്കപ്പിൻ്റെ അടിയിൽ അങ്ങ് കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകുന്നുണ്ട്. ഓവറല്ല, ഒത്തിരി അപ്ലൈ ചെയ്താലേ പ്രശ്നമുള്ളൂ. ഓയിലെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പേടിയൊന്നും, പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു ലാക്മേയുടെ അൺറിയൽ എന്താണ്, ഞാൻ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം കേട്ടോ, കിട്ടുന്നതിൻ്റെയൊക്കെ. പ്രൈമർ നടുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഇത്തിരി ഒന്ന് പോറ് കൺട്രോൾ ചെയ്യാനില്ല, ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി, ഒരു നമുക്ക് നല്ലൊരു ക്യാൻവാസ് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ നടുക്ക് അപ്ലൈ ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് അറ്റത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് നടുക്കാണ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഐലിഡിലിടുന്നതിന് കാരണം എനിക്ക് പ്രത്യേകിച്ച് പ്രൈമർ ഐ മേക്കപ്പിനായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്രൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ എൻ്റെ പാടുകളൊന്നും മറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഞാനപ്പോൾ കഫ്സൽ നഷസിൻ്റെ ഒരു കൺസിലർ എടുക്കുന്നുണ്ട്. ഇത് ആൽമണ്ടാണ് ഷെയ്ഡ്. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു കൺസിലറാണ്. പക്ഷേ എനിക്കിതിൻ്റെ ഷെയ്ഡ് അത്ര കംഫർട്ടബിൾ അല്ല, കാരണം ഇച്ചിരി ലൈറ്റാണ്. എൻ്റെ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനായിട്ടുള്ള കൺസിലർ ഷെയ്ഡല്ല. അതുകൊണ്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ കൺസിലർ വെച്ചിട്ട് HD കൺസിലർ വെച്ചിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കഫ്സൽ ലാഷസിൻ്റെ എൻ്റെ കറക്റ്റ് ഷെയ്ഡ് ആയിരുന്നുവെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യത്തില്ലായിരുന്നു. നമ്മുടെ ഇൻസൈറ്റിൽ യൂസ് ചെയ്യത്തില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഓയിലി സ്കിൻ ഇതാ പെർഫെക്റ്റ് എനിക്കിപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കഫ്സൽ ലാഷസ് ആണ്. കഫ്സൽ ലാഷസ് താനെ ഒന്ന് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ അത് ഭയങ്കര അടിപൊളി കാര്യമാണ്. കാരണം ഞാനൊന്ന് ബ്രഷൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും തന്നെ ഒന്ന് ക്രീസ് ആവാൻ തുടങ്ങും. നോർമലി നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. അവിടെ ഞാൻ അടുത്ത ഒന്ന് ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ഇല്ല. ഞാനത് കഷ്ടപ്പെട്ട് ഡ്രാഗ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ബ്ലെൻഡിങ് നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യണം. ഇതൊന്ന് കഷ്ടപ്പാടുമുണ്ട്. പക്ഷെ നമ്മൾ ടൈം എടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഫിനിഷ് ഒന്ന് കംപ്ലീറ്റ് ആവത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫംഗ്ഷന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സമയം എടുത്ത് തന്നെ നമ്മൾ മേക്കപ്പ് ഇടുക കേട്ടോ. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ 32 Hour ഫ്രഷ് ഫെയർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു റണ്ണി കൺസിസ്റ്റൻസിയാണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് കൺസിസ്റ്റൻസിയാണ്.
ലൈറ്റ് കവറേജാണ്, ലൈറ്റ് ടു മീഡിയം കവറേജാണ് ഇതിനുള്ളത്. പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതൊരു ഈവൻ ടോൺ കിട്ടാനായിട്ട് ഇത് തന്നെ മതിയാകും. ഞാൻ ഓൾറെഡി പാടുകളും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ മറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ സ്പീഡിൽ ചടപ്പടയിൽ പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സമയത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ സെറ്റായി കഴിഞ്ഞാലും മനസ്സിലായില്ലേ, ഇതൊന്ന് സെറ്റായി നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ വരുന്നുണ്ട് എക്സ്ട്രാ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനത് ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഭയങ്കര ഡാർക്കല്ല, മീൻസ് എൻ്റെ ഒരു സ്കിന്നിൽ എനിക്ക് കുറച്ചുകൂടെ ഡാർക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ അത്രയും ഡാർക്ക് ആക്കാത്തതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കോണ്ടൂർ സ്റ്റിക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു വാം ടോണാണ് വരുന്നത്. നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെറ്റിയിൽ, ജോ ലൈൻസിൻ്റെ അവിടെ, ചീക്ക് ബോൺസിൻ്റെ അവിടെ, എൻ്റെ നോസിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് ഷെയ്ഡ് എടുത്തതിൻ്റെ കാരണം ഇതിനു മുമ്പ് ഈ കാര്യം കൂടെ ശ്രദ്ധിച്ചോ. ഞാനപ്പോൾ എൻ്റെ ആ ചീക്ക് ബോണിൻ്റെ അവിടെ അപ്ലൈ ചെയ്തിട്ട് ആ സൈഡ് ഫുൾ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഡാർക്ക് ഷെയ്ഡ് എടുത്തിരുന്നെങ്കിലും നല്ല കവറേജ് ഉള്ളൊരു കോണ്ടൂർ സ്റ്റിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാവുമായിരുന്നു, ആർട്ടിഫിഷ്യൽ ലുക്ക് കാണുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ നല്ല നാച്ചുറൽ ലുക്കിൽ തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നമുക്ക് വലിയൊരു ഫേസ് ഉള്ളവർക്ക്, വലിയ ചീക്കൊക്കെ ഉള്ളവർക്ക് അത് കവർ ചെയ്തിട്ട് ഒരു ലീൻ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൈ കവറേജ് ഉള്ള എടുക്കരുത്, ഭയങ്കര നമ്മൾ നോർമലി നമ്മൾ കോണ്ടൂർ എടുക്കുന്ന അത്രയും ഡാർക്ക് ഷെയ്ഡ് എടുക്കരുത്. ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ളൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്താൽ മതി. മീൻസ് നമ്മുടെ നോർമൽ സ്കിൻ ടോണിനെക്കാളും കുറച്ച് ഡാർക്ക് ആയാൽ മതി, ഒരുപാട് ഡാർക്ക് ആകണ്ട, മനസ്സിലായില്ലേ? അപ്പം ആ ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നതും അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതൊരു ക്രീമി ആയിട്ടുള്ളതാണ്. സോ നമുക്ക് സമയം എടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യുന്ന ടൈപ്പ് ആകുമ്പോഴത്തേക്കും അതൊരു ഹാർഷ് ലൈനായിട്ട് ചിലപ്പോൾ കിടക്കാം. നമ്മൾ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ക്രീമി ആകുമ്പോഴത്തേക്കും നമുക്ക് സമയം എടുത്ത് പതുക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള ഒരു നാച്ചുറൽ ലുക്കിൽ എത്തിക്കാൻ പറ്റും. പിന്നെ ബ്ലഷിൽ എടുക്കുന്നത് കഫ്തലാഷത്തിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷാണ്. ഇത് എനിക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് വരുന്ന ബ്ലഷാണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡിന് ഇത് പാകമാണ്. പിന്നെ ഓയിൽ സ്കിൻ ഇത് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പുമാണ്. അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നോർമലി അത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നായിട്ട്, കാരണം അത് പെട്ടെന്ന് സെറ്റായി കളയും, ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മീൻസ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആകുമ്പോഴത്തേക്കും ഒന്ന് പെട്ടെന്ന് സെറ്റാവുന്ന ടൈപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് എവിടെ അപ്ലൈ ചെയ്തു, ഒറിജിൻ എവിടെ, ഇതിൻ്റെ എൻഡിങ് ഒക്കെ എവിടെ നമുക്കറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ അറിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തൊരു ബ്ലഷാണ്, ഒരു ചുവന്ന് കൊടുത്ത നാച്ചുറൽ ലുക്കല്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ ആ ഹെയർ ലൈനിലോട്ട്, എൻ്റെ നെറ്റിയുടെ അപ്പർ പാർട്ടിലോട്ട്, ആ കണ്ണിൻ്റെ സൈഡിലോട്ടൊക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചൊന്നൊരു ഐഡിയ പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് ഒരു നാച്ചുറൽ ലുക്കിൽ, നാച്ചുറലായിട്ടൊരു ചുവന്ന് കൊടുത്തൊരു ഫീലിംഗ് ഇല്ലേ, അതിലങ്ങനെ ഇരിക്കും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആദ്യം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തില്ല, ആ ബ്രഷ് വെച്ചിട്ട് എല്ലാം ഒന്ന് ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചേർന്ന് യോജിച്ച് എല്ലാം കൂടെ ഒരൊറ്റ ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ദെൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കെ ബ്യൂട്ടീൻ്റെ ഒരു ഇതാണ്, എൻ്റെ പേരെന്ത്, ബനാന പൗഡറാണ്, ലൂസ് പൗഡർ. അത് വെച്ചിട്ട് ട്രയാങ്കുലർ പഫ്സിൽ എടുത്ത് ബാക്കിൽ ഒന്ന് വാം ചെയ്തിട്ട് എൻ്റെ ഐയുടെ അവൾ ബ്ലെൻഡ് ചെയ്ത് ഐ മാത്രം കേട്ടോ, കാരണം അവിടെ പെട്ടെന്ന് ക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഭാഗത്ത് ഞാൻ എൻ്റെ നോർമൽ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. ജസ്റ്റ് തട്ടിക്കൊടുത്തേ പോകുന്നുള്ളൂ, കാരണം ഇത് എൻ്റെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ തന്നെ മേക്കപ്പ്, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാനിത് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ലോങ് ലാസ്റ്റിംഗ് ആവണമല്ലോ, അതിന് ലോറിയലിൻ്റെ ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പക്ഷേ നല്ലൊരു വൃത്തിയായിട്ട് സ്മെല്ലുണ്ട്. പിന്നെ ഇത് 5 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് മാർസിൻ്റെ ഐബ്രോ പൗഡറാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കഴിയും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഐ മേക്കപ്പിലോട്ടൊക്കെ ഡയറക്റ്റ് അങ്ങ് പോകാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷേ നമ്മൾ ആ സമയത്ത് ഫേസിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടൈം വേസ്റ്റ് ആവത്തും. ഐ മേക്കപ്പ് എനിക്കൊരു ന്യൂട്രൽ ലുക്ക് മതിയാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊതുവെ പുറത്ത് പോകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യാൻ ഇഷ്ടം. മീൻസ് നമ്മൾ ഐ മേക്കപ്പിൽ കാജലും കാര്യങ്ങളൊക്കെ ഒരുപാട് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡും വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഔട്ടർ വീൽ ആ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതൊരു സെയിം ഷെയ്ഡ് താഴെയും കൊടുക്കുന്നുണ്ട്, താഴത്തെ ലാഷിലും കൊടുക്കുന്നുണ്ട്, താഴത്തെ ലിറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്ത ശേഷം ആ ഒരു ഗോൾഡൻ പോലത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഷിമ്മറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈസിയായിട്ട് ഈസി ഐ മേക്കപ്പാണ്. നമുക്ക് എല്ലാ ഡ്രസ്സിനോടും എല്ലാ ഔട്ട്ഫിറ്റിനോടെയും ട്രഡീഷണലും വെസ്റ്റേണും ഒക്കെ ചേരുന്ന ഒരു ടൈപ്പ് മേക്കപ്പാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ ഇഷ്ടം. കാരണം നമ്മുടെ ഈ നാച്ചുറൽ മേക്കപ്പ് നമ്മുടെ ട്രഡീഷണൽ ലുക്ക് കൂടെ നമുക്ക് കാജൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാജലിൻ്റെ ആ ഒരു ലുക്ക് നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഐ ഷാഡോയിലോട്ട് പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ചേമ്പറിൻ്റെ ഒരു കാജൽ വെച്ചിട്ട് ലാഷ് ലൈനിൻ്റെ അവിടെ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വീണ്ടും വരയ്ക്കുന്ന എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലാണ്ട് ഇതൊരു മിരേഷൻ കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്, ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഔട്ടർ ഒരു 1/3 മാത്രം ഫില്ല് ചെയ്ത് പോകുന്നുണ്ട് ആ ലോവർ ലിഡിൽ കേട്ടോ. എനിക്ക് ഐ ഒന്ന് വലുതാക്കി കാണിക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാലും വരച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻസൈഡിൻ്റെ ഐലൈനർ വെച്ചിട്ട് വിങ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഓയിലി സ്കിന്നിന് സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഒരു
ഡ്രൈ മാറ്റ് ലുക്ക് വേണമെന്നുള്ളവർക്ക് ഇത് ചേരത്തില്ല. പിന്നെ ഒരു ഇന്നർ കോർണറിൽ ചെറുതായിട്ട് വി കൊടുക്കുന്നുണ്ട്. ആ വിക്ക് ഞാൻ ഐലൈനർ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദെൻ ആ കാജൽ സെയിം കാജൽ വെച്ചിട്ട് താഴെ തിന്നായിട്ട് ഐഷാഡോ അപ്ലൈ ചെയ്ത ഭാഗത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്, ഫുൾ ഒരു ഡാർക്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ കഫ്താൻ ലാഷസിൻ്റെ പോൺസ്റ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ ഒരു സാമാന്യം എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു നാച്ചുറൽ ലുക്ക് വരും. നമുക്ക് അധികം ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങ് പോലുണ്ട്. അപ്പോൾ എനിക്കൊരു നാച്ചുറൽ ലുക്കിലോട്ട് വരും. എനിക്ക് പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ട് ചീക്ക് ബോണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, നെറ്റിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ചിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാൻ നോസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നോസ് ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് ആ ഒരു വലിയ ഒരു ഷാർപ്പ് നല്ല ഭംഗിയുള്ളൊരു നോസ് വല്ലോ അത് വരണം. സോ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ടൊന്ന് നോസ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഔട്ട്ലൈൻ്റെ പുറത്തൂടെ എഗെയിൻ ആ വലിയ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത്. ചെറിയ നോസിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിക്ചേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇരിക്കണമെങ്കിൽ ആ ഒരു ഷാർപ്പ് ലുക്ക് വരണം, ഷാർപ്പ് ഫീച്ചർ ഉണ്ടാവണം കേട്ടോ. പിന്നെ കഫ്താൻ ലാഷസിൻ്റെ ഒരു ബ്ലഷ് എടുക്കുന്നുണ്ട്. ഇതിനൊരു നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ഒരു നാച്ചുറൽ ഷെയ്ഡാണ് വരുന്നത്. സോ ഞാനത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങ് വാരിക്കോരി അപ്ലൈ ചെയ്യണം, കാരണം ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറേയൊക്കെ അങ്ങ് പോകും കേട്ടോ. സോ ഞാൻ വാരിക്കോരി അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് തീർന്നില്ലയോ, പിന്നെ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് HD ഹൈലൈറ്റർ ഫ്രം മൈഗ്ലാമാണ്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര സെറ്റിലാണ്. സോ ഞാനിത് പ്രിഫർ ചെയ്തു. പക്ഷേ നിങ്ങൾ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഇത് പ്രിഫർ ചെയ്യേണ്ട. ഓയിലി സ്കിന്നല്ല, കോമ്പിനേഷൻ സ്കിന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രിഫർ ചെയ്യേണ്ട. കാരണം ഇത് സെറ്റിലാണ്, വളരെ സെറ്റിലാണ്. നമുക്ക് ഈ ഭാഗത്തൊക്കെ കുറയ്ക്കുമ്പോഴത്തേക്കും ഓയിലിക്കാർക്ക് ഒരു ഗ്ലോ വരും. സോ നമുക്ക് ചെറിയൊരു സെറ്റിലായിട്ടുള്ള ഹൈലൈറ്ററിൻ്റെ ആവശ്യമില്ല. സോ കുറേ സോയായി. വീണ്ടും സോയിനെ പറഞ്ഞു വരുന്നു, എനിക്ക് വേറെ വാക്ക് കിട്ടുന്നില്ല. ഇന്നർ കോർണറിൻ്റെ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രോ ബോണ്ട് അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ എന്നിട്ട് കൈവച്ച് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇത് സെറ്റിലാണ്. സോ ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർ മാത്രം വാങ്ങിച്ചാൽ മതിയാകും, അല്ലാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആകത്തില്ല. ഈ ബ്രോൺസർ ഹൈലൈറ്റർ പക്ഷേ ഇത് സൂപ്പറാണ്. പിന്നെ ഞാനിത് കാരണം സൂപ്പർ എന്ന് പറയാൻ കാരണം ഇത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ബർഗണ്ടി ഷെയ്ഡിലുള്ള സിസ്പിഡിയുടെ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് നന്നായിട്ടങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടങ്ങ് വരച്ചെടുക്കുന്നുണ്ട്. ആ ട്രഡീഷണൽ ലുക്ക് നല്ല ഭംഗിയുള്ള ഐസും ലിപ്സും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോസും എല്ലാം വേണം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ വരച്ചെടുക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റും, നന്നായിട്ട് ഒരു ഷേപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ലിപ്പും കൂടെ ആണല്ലോ. സോ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഒരു ബ്രൗണിഷ് ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് സാമാൻ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്ക് ഇന്നർ കോർണറിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഓയിലി ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ലാസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. നല്ല കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി ഡ്രൈയിങ് ആണ് ഒരു പൊടിക്ക്. പിന്നെ നമുക്ക് ബാക്കി ആഡംബരങ്ങളിലോട്ടൊക്കെ പോകണമല്ലോ. അപ്പോൾ നോക്കി വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം തോന്നിയത്, നമ്മുടെ ഐ മേക്കപ്പ് വന്നപ്പോഴത്തേക്ക് പിരികം ഒന്ന് ഡള്ളായിപ്പോയി. പിരികം ഡള്ളായി വരുന്നത് എനിക്കിഷ്ടമല്ല, ഐ മേക്കപ്പ് ഡാർക്ക് ആകുമ്പോഴത്തേക്ക്. സോ ഞാൻ പിരികം കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് കറക്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഐ മേക്കപ്പ് ആ ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലുക്കിൽ വരുമ്പോഴത്തേക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് തന്നെ പോലുണ്ടായിട്ട് നാച്ചുറൽ ലുക്കിന്. പിന്നെ ഞാൻ ഇത് മസ്കാര ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് കേൾ ചെയ്യുന്നുണ്ട്. സ്കൈ ഹൈ മസ്കാര ഫ്രം മെബിലിൻ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ലാഷ് വോളിയം കൂട്ടാൻ സഹായിക്കത്തില്ല, പക്ഷേ ലെങ്തൻ ആക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങളുടെ ആവശ്യത്തിന് യൂസ്ഫുൾ ആകുമെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതിയാകും. പിന്നെ ഗ്രീൻ ആൻഡ് റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരുന്ന കമ്മലും നെക്ലേസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പൊട്ടിന് വേണ്ടിയിട്ടൊരു മെറൂൺ പൊട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, സിമ്പിൾ വർക്കാണ്, അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ പിന്നെ ഹെയർ സ്റ്റൈലിലോട്ട് പോകുന്നുണ്ട്. ഒരു മെസ്സി ഹെയർ സ്റ്റൈലിൽ പോകാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ വലിയ ഫേസിലുള്ളവർക്ക് മെസ്സി ഹെയർ സ്റ്റൈലാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നേ അഴിച്ചിടണം, അല്ലെങ്കിൽ മെസ്സി ഹെയർ സ്റ്റൈലിലോട്ട് പോകണം, അതാണ് ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടീഷൻ ഇട്ടിട്ട് പിന്നെ 2 ലേയേഴ്സ്, 2 കുഞ്ഞു ഭാഗം ഫ്രണ്ടിൽ വിട്ടുന്നുണ്ട്, ബാക്കി ഭാഗം പിറകിൽ നിന്ന് ചുരുട്ടി എടുത്ത് പിന്നെ വെച്ച് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ, ഈസിയാണ്. ഭയങ്കര ഒരുമാതിരി മെസ്സി ആയിട്ടൊക്കെ തന്നെ ഇരിക്കും. അതിനകത്ത് പിന്നെ ഇങ്ങനെ കുത്തിയ ശേഷം വലിച്ചൊക്കെ വിടുന്നുണ്ട് ആ മെസ്സി നന്നായിട്ടൊന്ന് മെസ്സിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ വെച്ച ശേഷം പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഭാഗം എടുത്ത് ചുരുട്ടി പുറകിലോട്ട് ക്ലിപ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ചുരുണ്ട മുടിക്കും അല്ലാണ്ടുള്ള ഹെയർ സ്റ്റൈൽ ചുരുണ്ട മുടിക്കും കേളി അല്ലാത്ത ഹെയർസിനും ഒക്കെ ഇത് ചേരുന്നതാണ്. പിന്നെ ഞാനിത് ഫ്രണ്ടിലോട്ട് പിന്നെ വരച്ച് മെസ്സി ആകുന്നുണ്ട്. ദെൻ ബാക്കിൽ വരുന്ന ഹെയർ കൂടെ ഒന്ന് ചെറുതായിട്ട് ബണ്ണിടുന്നുണ്ട്. പിന്നെ പൂവിന് പകരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 സാധനം ആദ്യം ഇട്ടിട്ട് മറ്റേ ചെറിയ ചുവന്ന പൂവും കൂടെ ഉള്ളതല്ലേ, അതാണ് ലാസ്റ്റ് ഇടുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് നിറയെ പൂ വെച്ചൊരു എഫക്റ്റ് വരുമല്ലോ. ദെൻ കണ്ടല്ലോ, ഞാൻ ഈ ഒരു പാറ്റേണിൽ 2 കയ്യിൽ ഹാഫ് ആക്കി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്കിലോട്ട് പോകാം.
നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ടാറ്റ, ബൈ ബൈ.